നമസ്കാരം. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സർക്കാരും ലോക് ഭവനും തമ്മിൽ കല്ലുകടി. ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വന്ദേ മാതരം മുഴുവൻ വായിക്കണമെന്ന നിർദ്ദേശം സർക്കാർ തള്ളി. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേ മാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചു നിർത്തി. ഇന്നലെ റിഹേഴ്സൽ കണ്ടപ്പോൾ തന്നെ വന്ദേ മാതരം മുഴുവൻ പാടാൻ ലോക് ഭവൻ നിർദ്ദേശിച്ചിരുന്നു. ഇതോടെ ഗവർണറുടെയും ലോക് ഭവന്റെയും തുടർ നീക്കം എന്താകുമെന്നാണ് ഉറ്റുനോക്കുന്നത്. അതേസമയം ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കുമെന്നും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും എക്സൈസ് നയത്തിൽ മാറ്റം വരുത്തുമെന്നും സംയോജിത ഗതാഗത സംവിധാനം നടപ്പാക്കുമെന്നതടക്കം പ്രഖ്യാപനങ്ങളുണ്ടായി. അപ്പോൾ ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. മാള കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയം ഡീനോട്ടിഫൈ നടപടികൾക്ക് പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കണമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്. കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം ചേർന്നതായും തുടർ ചർച്ചകൾ ഉടൻ നടക്കുമെന്നും മന്ത്രി. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാക്ക് പാലിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊപ്പം മധുരം പങ്കുവച്ച മന്ത്രി OJ ജനീഷ്. മാളയിലെ MCF-ൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. മറ്റത്തൂർ ചെട്ടിച്ചാലിൽ അച്ചപ്പം നിർമ്മിക്കുന്ന കമ്പനിയിൽ തീപിടിച്ചു. വ്യാഴാഴ്ച രാത്രി 9:30-ഓടെയാണ് സംഭവം. അച്ചപ്പം സ്റ്റോക്ക് ചെയ്യുന്ന മുറിയോട് ചേർന്നുള്ള ഷെഡും വിറക് ശേഖരവുമാണ് കത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. മാള കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയം വീണ്ടും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുന്നതിനായി ഡീനോട്ടിഫൈ നടപടികൾക്ക് പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കണമെന്ന് യുവജന കായിക പുരാവസ്തു വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്. മാള പ്രസ് ക്ലബ്ബ് നൽകിയ സ്വീകരണ യോഗത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം ചേർന്നതായും തുടർ ചർച്ചകൾ ഉടൻ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. മാള കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് യുവജന കായിക പുരാവസ്തു വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് വ്യക്തമാക്കി. സ്റ്റേഡിയം നിലനിന്നിരുന്ന സ്ഥലം പുരാവസ്തു വകുപ്പ് സ്വമേധയാ ഏറ്റെടുത്തതല്ലെന്നും മാള പഞ്ചായത്ത് പ്രമേയം പാസാക്കി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ നോട്ടിഫൈ ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഉടമസ്ഥാവകാശം പഞ്ചായത്തിന്റെ കൈവശം നിർത്തി എന്നിട്ട് ആർക്കിയോളജിയുടെ പ്രൊട്ടക്റ്റഡ് ലാൻഡിലേക്ക് നോട്ടിഫൈ ചെയ്യിപ്പിച്ചതാണ്. ഞങ്ങളായിട്ട് പോയി കണ്ടെത്തി വന്നതല്ല, ഇത് ഞങ്ങളിലേക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് മാറ്റാനുള്ള മാർഗം, മാറ്റാനൊരു മാർഗമുള്ളത് ഡീനോട്ടിഫൈ ചെയ്യണം. ഡീനോട്ടിഫൈ ചെയ്ത് അത്ര എളുപ്പമാണ്, അത് ഒരുപാട് നിയമക്കുറിപ്പിലേക്ക് പിന്നെ ചെയ്യാൻ സാധിക്കുക പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം. പഞ്ചായത്ത് ഭരണസമിതി അന്നത്തെ സാഹചര്യത്തിൽ എഴുതി കൊടുത്ത ഈ പറയുന്ന നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതെന്ന് അതിൻ്റെ പഴയ ഉപയോഗിക്കപ്പെട്ട ഭാഗങ്ങളെ സംബന്ധിച്ചും അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രമേയം പാസ്സാക്കി പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭാഗികമായി ഡീനോട്ടിഫൈ ചെയ്ത് അവിടെ നിലവിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള സ്റ്റേഡിയവും അതോടൊപ്പം തന്നെ ഇൻഡോർ കോർട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. കോടതി വ്യവഹാരത്തിലേക്ക് പോകും. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി ഡീനോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം പാസ്സാകും. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, പഞ്ചായത്തിനെയും സ്പോർട്സിനെയും RKS-ന്റെയും കൂടി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനും കൂടി പോയിട്ട് ഞാൻ മാളയിൽ തന്നെ ഒരു യോഗം വിളിക്കും. അപ്പോൾ ആ യോഗം വിളിക്കുമ്പോൾ ആ യോഗത്തിൽ പഞ്ചായത്ത് സ്വാഭാവികമായിട്ടും അതിന് തയ്യാറല്ല എങ്കിൽ നമുക്ക് സാധിക്കാതെ പോകും. തയ്യാറാവുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കാനുള്ള സാഹചര്യം. ഇപ്പോൾ സ്റ്റേഡിയമായി ഉപയോഗിച്ചിരുന്ന ഭാഗമെങ്കിലും ഡീനോട്ടിഫൈ ചെയ്ത് വീണ്ടും കായിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതിനായി കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം ചേർന്നതായും തുടർ ചർച്ചകൾ ഉടൻ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മുതിർന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ആധുനിക സ്റ്റേഡിയമാക്കി മാറ്റാനാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്ഥലം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലാണെങ്കിലും പുരാവസ്തു വകുപ്പ് നോട്ടിഫൈ ചെയ്ത സാഹചര്യത്തിൽ ഡീനോട്ടിഫിക്കേഷനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നും പഞ്ചായത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്നുള്ള സംയുക്ത യോഗം വിളിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാള പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അബ്ബാസ് മാള, EP രാജീവ്, മേഖലാ പ്രസിഡന്റ് PV യശ്പാൽ, ശ്രീധരൻ കടലായിൽ, EC ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ER അഭയ് കൃഷ്ണയെ മന്ത്രി ഉപഹാരം നൽകി അനുമോദിച്ചു. മീഡിയ ടൈം മാള. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാക്ക് പാലിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊപ്പം മധുരം പങ്കുവച്ച് മന്ത്രി OJ ജനീഷ്. മാളയിലെ MCF-ൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം സന്തോഷകരമായത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊപ്പം സെൽഫി എടുത്ത ശേഷമാണ് മന്ത്രി മടങ്ങിയത്.
മാളയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേറിട്ട അനുഭവമായി മന്ത്രി OJ ജനീഷിന്റെ സന്ദർശനം. ഇന്നലെ MCFൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ മന്ത്രി നേരിലെത്തി കണ്ടു. മധുരം പങ്കുവച്ചും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞും പ്രവർത്തകരോടൊപ്പം സമയം ചെലവഴിക്കുകയായിരുന്നു മന്ത്രി. തിരഞ്ഞെടുപ്പ് സമയത്ത് ജയിച്ചാൽ നിങ്ങളെല്ലാവരെയും നേരിൽ വന്ന് കാണുമെന്ന് നൽകിയ വാഗ്ദാനം പാലിച്ചാണ് മന്ത്രി എത്തിയത്. അപ്രതീക്ഷിതമായി മന്ത്രിയെ നേരിൽ കണ്ടതിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു. വാക്കുപാലിച്ച് ഞങ്ങളെ കാണാൻ വന്ന മന്ത്രിയോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ ഓർത്ത് എത്തിയത് വലിയ സന്തോഷം നൽകുന്നു എന്നാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രതികരണം. ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് സാധാരണക്കാരുടെ ഇടയിലേക്ക് നേരിട്ടെത്തുന്ന മന്ത്രിയുടെ നടപടി ശ്രദ്ധേയമായി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊപ്പം സെൽഫി എടുത്ത ശേഷമാണ് മന്ത്രി മടങ്ങിയത്. മീഡിയ ടൈം, മാള. പെട്രോൾ ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് CPI ചാലക്കുടി പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. പൂവത്തിങ്കൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സൊസൈറ്റി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് പാഷൻ പ്രോ ബൈക്ക് പരസ്യമായി കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ബൈക്ക് കത്തിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക പ്രതിഷേധം CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VM ടെൻസൺ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KR സജീവൻ അധ്യക്ഷത വഹിച്ചു. VK സുനിൽകുമാർ, ഷൈനി അശോകൻ, നയനതാര ചാത്തൻ, KJ തോമസ്, ആൻഡു കളത്തിങ്കൽ, അക്ഷയ് സുരേഷ്, സുജിത് PS എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ ചെട്ടിച്ചാലിൽ അച്ചപ്പം നിർമ്മിക്കുന്ന കമ്പനിയിൽ തീപിടിച്ചു. വ്യാഴാഴ്ച രാത്രി 9:30യോടെയാണ് സംഭവം. അച്ചപ്പം സ്റ്റോക്ക് ചെയ്യുന്ന മുറിയോട് ചേർന്നുള്ള ഷെഡും വിറക് ശേഖരവുമാണ് കത്തിയത്. വിറക് അടുപ്പിൽ നിന്നാണ് തീ പടർന്നത്. ആർക്കും പരിക്കില്ല. പുല്ലൂർ സ്വദേശിയുടേതാണ് സ്ഥാപനം. പുതുക്കാട് നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ചെട്ടിച്ചാൽ പ്രദേശത്തെ 15ഓളം സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് അച്ചപ്പ നിർമ്മാണ കമ്പനി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവും മുൻ കൃഷിവകുപ്പ് മന്ത്രിയുമായിരുന്ന VK രാജന്റെ 30ാം ചരമവാർഷിക ദിനാചരണം കൊടുങ്ങല്ലൂരിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. CPI നേതാക്കളും പ്രവർത്തകരും പുല്ലൂറ്റ് VK രാജൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികളും നടന്നു. VK രാജന്റെ 30ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പുല്ലൂറ്റ് VK രാജൻ സ്മൃതി മണ്ഡപത്തിൽ CPI നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, TK സുധീഷ്, KV വസന്തകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ET ടൈസൺ, CC വിപിൻ ചന്ദ്രൻ, അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, PP സുഭാഷ്, TP രഘുനാഥ്, MR അപ്പുക്കുട്ടൻ തുടങ്ങിയവരും പുഷ്പാർച്ചന നടത്തി. രാവിലെ 8 മണിക്ക് പാർട്ടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികളും നടന്നു. ഇതിനിടെ AISF ലോകമലേശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VK രാജൻ ദിനാചരണവും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന പരിപാടിയിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. AISF മണ്ഡലം സെക്രട്ടറി അഖിൽ K ജോൺസൺ അധ്യക്ഷനായി. CPI ലോകമലേശ്വരം കമ്മിറ്റി സെക്രട്ടറി ബാബു കളത്തേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേലടൂർ യൂണിറ്റിന്റെ തെരഞ്ഞെടുപ്പും വാർഷിക പൊതുയോഗവും പ്രസിഡന്റ് CK ബെന്നിയുടെ അധ്യക്ഷതയിൽ നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി എവിടെയാണ് പ്രവർത്തനങ്ങൾ എത്തി നിൽക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയട്ടെ. കഴിഞ്ഞ 2022 ജനുവരി മാസത്തിലെ ഒരു കൗൺസിൽ യോഗം നടക്കുക. അന്ന് ജില്ലാ പ്രസിഡന്റും ഞാനും ട്രഷററും മുപ്പേരനും മറ്റ് ആളുകളൊക്കെ കൂടി നിന്നിട്ടൊരു പ്രഖ്യാപനം നടത്തി. എന്താ പ്രഖ്യാപനം അറിയോ? വരുന്ന 5 വർഷത്തിനകം 100 കോടി രൂപ നമ്മുടെ വ്യാപാരികളുടെ കുടുംബങ്ങളിലേക്ക് വിതരണം ചെയ്യുന്ന പ്രസ്ഥാനമായി ഏത് പ്രസ്ഥാനത്തെ മാറ്റും? വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ മാറ്റും. ഇതാണ് പ്രഖ്യാപനം. കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് നോക്കി പഠിക്കാൻ പറ്റേ എത്രയാണെന്നറിയോ? 78 കോടി രൂപ കൊടുത്ത് തീർത്തിരിക്കുക. സിജോ CP, നൌഷാദ്, ഷിജി ജോൺസൺ, ശോശാമ ദേവസി, മേരി ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള K കരുണാകരൻ സ്മാരക സ്റ്റേഡിയം ഡീനോട്ടിഫൈ നടപടികൾക്ക് പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കണമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്. കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം ചേർന്നതായും തുടർ ചർച്ചകൾ ഉടൻ നടക്കുമെന്നും മന്ത്രി. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാക്ക് പാലിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊപ്പം മധുരം പങ്കുവച്ച മന്ത്രി OJ ജനീഷ്. മാളയിലെ MCFൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം.
മറ്റത്തൂർ ചെട്ടിച്ചാലിൽ അച്ചപ്പം നിർമ്മിക്കുന്ന കമ്പനിയിൽ തീ പിടിച്ചു. വ്യാഴാഴ്ച രാത്രി 9:30യോടെയാണ് സംഭവം. അച്ചപ്പം സ്റ്റോക്ക് ചെയ്യുന്ന മുറിയോട് ചേർന്നുള്ള ഷെഡും വിറക് ശേഖരവുമാണ് കത്തിയത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.